നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 2 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ എക്സാം അനാലിസിസ് ആൻഡ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പരീക്ഷയുള്ളവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സി കോഡാണ് ഈ കാണിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ എക്സാം നോക്കുകയാണെങ്കിൽ ഈ GK പോർഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കുറേ വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ കിട്ടാവുന്ന വൺ വേർഡ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ലോജിക്ക് വെച്ച് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു ഈ കാണുന്നതൊക്കെ. ഈ നീർത്തട പരിപാലന പരിപാടികൾ ലക്ഷ്യമിടുന്നത് ഭൂഗർഭജല റീചാർജ്, നീർത്തടം, ഭൂഗർഭജലം അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് ലോജിക്കൽ ഉത്തരം എഴുതാൻ കഴിയും. അതുപോലെ സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്നത് സംഭാവനയുടെയോ പദവിയുടെയോ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമപരമായ അവകാശം, അതൊക്കെ കുറച്ച് ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ കഴിയുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ടായിരുന്നു. എങ്കിൽ പോലും സിലബസിനോട് പൂർണ്ണമായും നീതി തരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, സിലബസിനോട് നീതി പുലർത്താത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊന്നും ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോയതല്ലേ, നിങ്ങൾ പഠിച്ചിട്ട് പോയത് എന്തൊക്കെയായിരുന്നു, ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് തന്നെ പറയാനായിട്ട് കഴിയും. കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ഭരണഘടനാ ഭേദഗതികളായാലും അതുപോലെ ലിസ്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയപ്പോൾ അതിൽ നിന്നൊന്നും ഒരു ചോദ്യം പോലും ചോദിക്കാതെ മറ്റെന്തൊക്കെയോ ചോദിച്ചുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ ഒരു GK പോർഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറൊക്കെ തന്നെ കണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നടത്തിയ ചോദ്യങ്ങളായിരുന്നു. ഈ ഒരു ചോദ്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളായിരുന്നു. എങ്കിലും ഇടയ്ക്ക് കുറേയധികം വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തുടങ്ങിയ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് നേടാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത് ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. മാത്സിലാണെങ്കിൽ ഒരു 10 മാർക്ക് മുതൽ 12 മാർക്ക് വരെ നേടാമായിരുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ നല്ല നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു, ഒരു 15 മാർക്ക് വരയ്ക്ക് ഇതിൽ നേടാൻ കഴിയുന്ന ചോദ്യങ്ങൾ. മലയാളത്തിൽ നിന്നാണെങ്കിൽ ഒരു 6-7 മാർക്കൊക്കെ നേടാൻ കഴിയുന്ന ചോദ്യങ്ങൾ മലയാളത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മോഡറേറ്റ് എക്സാമായിട്ട് നമുക്കിതിനെ വിലയിരുത്താനായിട്ട് കഴിയും. GK എന്ന് പറയുമ്പോൾ സിലബസിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാത്തൊരു പരീക്ഷയിൽ നിങ്ങൾക്ക് ആ ഒരു വൺ വേർഡ് കാര്യങ്ങളൊക്കെ പറക്കിയെടുത്തിട്ട് GKയിൽ ഒരു 20 ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾ എന്താണ് ഓക്കെയാണ്. GKയിൽ നിന്ന് നിങ്ങൾക്ക് 20 മാർക്ക് നേടാൻ കഴിഞ്ഞു എങ്കിൽ നിങ്ങളെല്ലാം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ എലിമിനേഷനിൽ നിന്നും കുറച്ചൊക്കെ കിട്ടുന്നുള്ളായിരുന്നു. എങ്കിൽ പോലും അത് നിങ്ങളതും വൺ വേർഡുകളും അതുപോലെ ലോജിക്കൽ ആൻസറും എല്ലാം കൂടെ നോക്കി ഒരു 20 മാർക്ക് അതിൽ നിന്ന് നേടി. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു 30 ഇല്ല എങ്കിൽ പോലും ഒരു 25 മാർക്ക് നേടിയാൽ തന്നെ നിങ്ങൾക്ക് 45 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞു. അപ്പോൾ ഈ 45 എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകൾക്ക് 45 ഒരു സേഫ് സ്കോറാണ്. നിങ്ങളൊരു 40+ അല്ലെങ്കിൽ ഒരു 38 ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് ആയിട്ട് പറയാൻ പോകുന്നത് ഒരു 38നും 43നും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് ഒരു 38നും 43നും ഇടയ്ക്കുള്ള കട്ട് ഓഫ് വരാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. 38 മുതൽ 43 വരെ മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ നേടിയവർ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളുക. ഇനി അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 48 മുതൽ 53 വരെ മാർക്ക് നേടിയെങ്കിൽ 48 മുതൽ 53 വരെ, അപ്പം 38 to 43 കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും 48 മുതൽ 53 വരെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മാർക്ക് നേടിയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ ഒരു എക്സാം അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കട്ട് ഓഫ്. അപ്പോൾ എന്തായാലും 40+ ഉള്ളവർ എല്ലാ പരീക്ഷകളുടെയും മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിക്കൊള്ളുക. മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലേക്ക് കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക. താങ്ക്